لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد. ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷനും എൻ്റെ ഉസ്താദുമായ AK കുഞ്ഞു മുസ്ലിയാർ അവർകളെ, അനുഗ്രഹീതമായ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേന്ദ്ര മുഷാവർ അംഗം എൻ്റെ ഏറെ ആദരണീയനായ പിതാവ്, ബഹുമാന്യരായ TP അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാന്യനായ മൊയ്തീൻ ഹാജി സാഹിബ്, ആദരണീയരായ നമ്പാട് ഫദൽ തങ്ങൾ, ബഹുമാന്യരായ KT മൊയ്തീൻ ഫൈസി തുവൂർ, പ്രിയങ്കരനായ വണ്ടൂർ സി അബ്ദുള്ള മൗലവി, ആദരണീയരായ മാളിയേക്കൽ സുലൈമാൻ ഫൈസി, പ്രിയങ്കരനായ MP കടുങ്ങല്ലൂർ, ആദരണീയനായ TK അബ്ദുള്ള മാഷ്, ബഹുമാന്യനായ ചുങ്കത്ര ഇബ്രാഹിം സാഹിബ്, ബഹുമാന്യനായ സമസ്ത മുബല്ലിഗ് അബ്ദുൽ അസീസ് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സ്റ്റേജിലും ഈ അനുഗ്രഹീതമായ സദസ്സിലും ഒത്തുകൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ നായകന്മാരെ, കർമ്മനിരതരായ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലപ്പുഴയിൽ ഫെബ്രുവരി 2-ാം വാരത്തിൽ നടക്കുന്ന മഹാസമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ തൊട്ടടുത്തു നിൽക്കുന്ന കർണാടക സംസ്ഥാനത്തിലെ മംഗലാപുരത്ത് നിന്ന് ആരംഭിച്ച കോട്ടുമലട്ടിയം ബാപ്പൂസുകളുടെ നേതൃത്വത്തിലുള്ള വാഹന പ്രചരണ ജാഥ മലപ്പുറം ജില്ലയിലേക്ക് ഗൂഡല്ലൂർ വഴി കടന്നു വരികയാണ്. മറ്റൊരു ഭാഗത്ത് കേരളത്തിന്റെ തൊട്ടടുത്ത മറ്റേ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വാഹനജാഥ കൊല്ലം കഴിഞ്ഞ് അടുത്ത ജില്ലയ്ക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ രണ്ട് ജാഥകളും 21-ന് ആലപ്പുഴയിൽ സമാപിക്കുകയാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകളനുസരിച്ച് അപൂർവമായ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ജാഥയെ വരവേൽക്കാൻ വേണ്ടി തടിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രദേശത്തും ജാഥ കടന്നു വരുമ്പോൾ അവർക്ക് അകമ്പടിയായി SKSSFന്റെ സന്നദ്ധ ഭടന്മാരായ വിക്കായ വളണ്ടിയർമാർ ബൈക്കുകളിൽ, നൂറുകണക്കിന് ബൈക്കുകളിൽ അനുഗമിച്ചുകൊണ്ടാണ് യാത്രയെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിലമ്പൂരിൽ ഇൻഷാ അല്ലാഹ് മഗ്രിബിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ തൊട്ട് ശേഷമോ ജാഥ എത്തിച്ചേരും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇത്തരുണത്തിൽ ജാഥ വരാൻ കാത്തിരിക്കാതെ നമ്മുടെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങൾ എന്താണ്, ഈ സമ്മേളനത്തിന് പ്രമേയമായി മുന്നിൽ വച്ച ആദർശത്തിന്റെ വിശുദ്ധിയുടെ 90 വർഷം എന്ന വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് സംഗതമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. കേരളീയ മുസ്ലിം ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തു നിന്നും ഭിന്നമായി, ലോകത്തെ പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അറബികളും കേരളവും തമ്മിലുള്ള ചിരപുരാതന ബന്ധത്തെ തുടർന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ ഈ ദീനിന്റെ വെള്ളിവെളിച്ചവുമായി അറബ് നാട്ടിൽ കടന്നുവരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ തന്റെ ആദരണീയരും അനുകരണീയരുമായ അനുചരന്മാർ സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ ഈ വിശുദ്ധ ദീനിന്റെ വെള്ളിവെളിച്ചം കൊച്ചു കേരളത്തിൽ എത്തിച്ചു എന്നതാണ്. ഈ ചരിത്ര വസ്തുത പരക്കെ അറിയപ്പെട്ടതും
കേരളത്തിലെ സുന്നി വിഭാഗം മാത്രമല്ല, ഇക്കഴിഞ്ഞ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സമ്മേളന സോനിയറിൽ പോലും അവരും അംഗീകരിച്ചു സ്വഹാബത്താണ് കേരളത്തിൽ ദീൻ കൈമാറിത്തന്നത്. ആ സ്വഹാബത്ത് പഠിപ്പിച്ച ദീൻ നീണ്ട 13 നൂറ്റാണ്ട് കാലം ആദർശരംഗത്ത് അടിസ്ഥാനപരമായ ഒരു ഭിന്നതയുമില്ലാതെ നിലനിന്നു പോന്നു എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. നീണ്ട 13 നൂറ്റാണ്ട് കാലത്തെ കേരളീയ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ആദർശരംഗത്ത് അടിസ്ഥാനപരമായ ഒരു ഭിന്നതയുള്ളതായി ചരിത്രം എവിടെയും രേഖപ്പെടുത്തുന്നില്ല. 1920കളിലാണ് ഈ ഭിന്നതയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി രംഗത്ത് വന്നത്. മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നതിനെ തുടർന്ന് പിന്നെ പല കക്ഷികളും ഉടലെടുത്തുകൊണ്ടേയിരുന്നു. ഇന്നും ആ പ്രതിഭാസം തുടരുകയാണ്. 1921 കേരളീയ മുസ്ലിം ചരിത്രത്തിൽ ആദ്യമായി പ്രമാണങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ബിദഈ പ്രസ്ഥാനത്തിന്റെ വിത്തുകൾ വധിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ അന്നിവിടെ സംഘടനകളില്ല, അന്നിവിടെ ഭൗതിക സംവിധാനങ്ങൾ പണ്ഡിതന്മാർക്കില്ല. ഇവിടെ ഉള്ളത് ഇത് മാത്രം, മുസ്ലിം മഹല്ല് പള്ളികൾ, അതിനൊരു ഖാളി, മുദർരിസ് അല്ലെങ്കിൽ മുത്തവല്ലി അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി, കാരണവന്മാർ. ഇതിലപ്പുറം പ്രാദേശികമായി ഓരോ മഹല്ലുകൾക്കും ഭദ്രമായി സംവിധാനമുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഏകീകൃതമായ സംഘടിത സ്വഭാവമോ സംഘടനാ സംവിധാനവും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സംഘടന രൂപീകരിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായി ഓരോ പ്രദേശങ്ങളും മാറി മാറി സമ്മേളനം വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇടയിൽ ഈ വിഷലിപ്തമായ ആശയം കുത്തിച്ചെലുത്താൻ ശ്രമിച്ചപ്പോൾ, പ്രത്യേകിച്ചും അന്നത്തെ മുജാഹിദ് മൗലവിമാർ ഇന്നത്തെ പോലെയല്ല, കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ സ്വീകാര്യരായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച, തലപ്പാവണിഞ്ഞ, നിസ്കാര തഴമ്പുള്ള, വസ്ത്രം കണങ്കാലിന്റെ മധ്യമാത്തുവരെ മാത്രം കയറ്റിയൊടുക്കുന്ന, കയ്യിൽ തസ്ബീഹിമാല പിടിച്ച് ദിക്ർ ചൊല്ലുന്ന ആദ്യകാലത്തെ മുജാഹിദ് മൗലവിമാർ ഇതുപോലുള്ള സ്റ്റേജുകൾ സംഘടിപ്പിച്ച് ഈ സ്റ്റേജിൽ മുഴുവൻ ഇത് ശുദ്ധധായത്തന്മാരെ കൊണ്ട് പാവപ്പെട്ട മുസ്ലിം ജനസമൂഹത്തോട് വിശുദ്ധ ഖുർആൻ ആയത്തുകളും നബി വചനങ്ങളും ഓതിക്കേൾപ്പിച്ചുകൊണ്ട് എന്റെ മുസ്ലിം സഹോദരന്മാരെ, ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ചു വരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും അത് ശിർക്കിന്റേതും ബിദ്അത്തിന്റേതുമാണ്. യഥാർത്ഥ ആശയം ഇതാണ്, നിങ്ങൾ ഈ തൗഹീദിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുകളെ പിൻബലത്തോടുകൂടി ജനസമൂഹത്തെ ക്ഷണിച്ചപ്പോൾ ആളുകൾ ഏറെ തെറ്റിദ്ധരിച്ചു. ഇന്ന് ഒരു പ്രസംഗമല്ല 10 പ്രസംഗം ആളുകൾ എന്ത് പറഞ്ഞാലും അതോടെ ആളുകൾ ഉൾക്കൊള്ളൂല. കാരണം അമ്മാതിരി കക്ഷികളുടെ പ്രവാഹമാണ്, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടം. അന്ന് ഫ്രഷായിട്ട് ഈ പുതിയ ആശയം അവതരിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ആകൃഷ്ടരായി എന്നാണ് അനുഭവസ്ഥരായ നമ്മുടെ വന്യരായ ഗുരുവര്യന്മാർ പറയുന്നത്. 1921 മുതൽ 1925 വരെ 4-5 വർഷക്കാലം നിരന്തരമായി ഐക്യസംഘത്തിന്റെ പേരിലുള്ള സമ്മേളനങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഓരോ പ്രദേശവും സംഘടിപ്പിച്ചപ്പോൾ ആളുകൾ പലരും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഒഴുകിപ്പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ചില നഗരമധ്യങ്ങളിൽ വെച്ച് നമ്മുടെ മൗലിദിന്റെ ഏകരോ സബീന അതുപോലും പരസ്യമായി പിച്ച് ചീന്തിയെറിഞ്ഞ് തീപ്പെട്ടിക്കൊള്ളുകൊണ്ട് കത്തിക്കുന്ന അവസ്ഥാവിശേഷത്തിന് പോലും നമ്മുടെ പല നഗരങ്ങളും സാക്ഷി വഹിച്ചു എന്ന് ഉസ്താദുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കണം തീർച്ചയായും ഓരോ പണ്ഡിതനും വികാരമുണ്ട്. ഓരോരുത്തരും മനസ്സിലുള്ളത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ എന്ന്. അത്തരമൊരു സാഹചര്യത്തിൽ പക്ഷെ പ്രതിരോധിക്കാൻ എന്തൊരു വഴി എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ചിന്തിച്ചും ആലോചിച്ചും മഹാത്മാക്കളായ ഉലമാക്കൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇസ്തിഖാറത്തിന്റെ 2 റക്അത്തുണ്ട്. ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ചവൻ ഹൈറാണെന്ന് തോന്നിപ്പിക്കാൻ മാത്രം ചെയ്യുന്ന ആ മഹാന്മാരായ പണ്ഡിതന്മാർ 1925 ഇത് പ്രതിരോധത്തിന് സംഘടനാ സംവിധാനം രൂപീകരിക്കാൻ സജ്ജമാക്കാൻ ഒരുക്കങ്ങൾ നടത്തുകയും സമ്പൂർണമായ രൂപത്തിൽ 1926 സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് രൂപം നൽകുകയും ചെയ്തു. അന്ന് സമസ്ത രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ സമസ്തയുടെ അഭിവന്ദനായ ആദ്യകാല അധ്യക്ഷൻ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ വലിയ മഹാനായിരുന്നു. അതേതാണ് കാലഘട്ടമെന്ന് ഓർക്കണം. 1926 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 പിന്നെയും 21 വർഷക്കാലം കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ രൂപീകരിക്കപ്പെടുന്നത്. അന്നതിന് സ്ഥാപക പ്രസിഡന്റായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾക്കോ അതിന്റെ മഹാന്മാരായ നായകന്മാർക്കോ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം, ജനങ്ങൾക്കുള്ള അംഗീകാരം എത്രമാത്രം ഉണ്ടായിരുന്നു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ താമസിച്ചിരുന്നത് കോഴിക്കോട് പുതിയങ്ങാടിയാണ്. ഈ കോഴിക്കോട് പുതിയങ്ങാടി എന്ന് പറയുമ്പോൾ
പോകുമ്പോൾ ഇന്ന് പ്രശസ്തമായ കോഴിക്കോട് നഗരത്തിന്റെ ഒരു ഭാഗമായ പുതിയങ്ങാടി, ആ പുതിയങ്ങാടിൽ നിന്ന് വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ അവർക്ക് കണ്ണൂരിലേക്ക് തന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പോയി യാത്ര ചെയ്ത് വരേണ്ടതുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ ഘട്ടത്തിൽ അന്ന് മോട്ടോർ വാഹനങ്ങൾ സുലഭമല്ല. അന്നത്തെ യാത്ര കുതിരപ്പുറത്താണ് തങ്ങളെ യാത്ര, രാജകീയമായ യാത്ര, വലിയ അംഗീകാരവും ഔന്നത്യമുള്ള വലിയ മഹാനായ സയ്യിദും മഹാനോ മാത്രമല്ല അറബ് നാട്ടിൽ നിന്ന് കടന്നു വന്ന ആ പണ്ഡിത സയ്യിദ് കുടുംബത്തിന്റെ ആ കണ്ണിയുമായിരുന്നു തങ്ങളവர்கள். ഏറെ ആദരണീയൻ. അദ്ദേഹം കുതിരപ്പുറത്ത് കണ്ണൂരിലേക്ക് കോഴിക്കോട് നിന്ന് പോയി തിരിച്ചു വരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് അദ്ദേഹത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല അംഗീകരിക്കുന്നത്, ഹിന്ദുക്കൾ മാത്രമല്ല അംഗീകരിക്കുന്നത്, ക്രിസ്ത്യാനികൾ മാത്രമല്ല അംഗീകരിക്കുന്നത്, ജാതി മതഭേദമന്നെ എല്ലാവരും ആദരിക്കപ്പെടുന്ന ഈ വലിയ മഹാമനുഷ്യൻ അദ്ദേഹത്തിന് വലിയ അംഗീകാരം കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചരിത്രത്തിൽ കാണാം തങ്ങൾ കോഴിക്കോട് വരക്കൽ നിന്ന് കണ്ണൂരിൽ പോയി തിരിച്ചു വരുന്നതുവരെ തങ്ങൾക്ക് ദാഹിക്കുന്ന സമയത്ത് ഇളനീരിട്ട് കുടിക്കാൻ വേണ്ടി മാത്രം കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ ഒരുപാട് തെങ്ങുകൾക്ക് പ്രത്യേകം നമ്പർ ഇട്ട് വച്ചിരുന്നു. ആ നമ്പറിട്ട തെങ്ങിൽ നിന്ന് തങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഇളനീരിടാനല്ലാതെ വേറെ തേങ്ങ വലിക്കാൻ പറ്റില്ല എന്ന് ഓർഡറാക്കിയിരുന്നു ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും ആദരവ് കൊടുക്കാൻ ബാധ്യസ്ഥനായ മഹാന്മാരിൽ മഹാനായ തങ്ങളവരായിരുന്നു ഈ സംസ്ഥയുടെ സ്ഥാപക പ്രസിഡന്റ്. ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഈ സംവിധാനത്തിന് മഹാന്മാരായ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സൂഫിയാക്കളെയും വിളിച്ചുകൂട്ടി ഈ പരിപാടിക്ക് സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ പോകുമ്പോൾ 1 മണിക്കൂറിലേറെ നീണ്ടുനിന്ന പ്രാർത്ഥന നടത്തി. നമ്മളെല്ലാ പരിപാടിക്കും ഇന്നും പ്രാർത്ഥന നടത്താറുണ്ട്. 5, 6, 7 മിനിറ്റിലൊതുക്കും. മഹാനവർ 1 മണിക്കൂർ നേരത്തിലധികം നീണ്ടുനിന്ന് കരളൊരുക്കി കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ആമീനെടുക്കുന്നത് ഇതുപോലുള്ള വലിയ വലിയ മഹാന്മാർ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള വലിയ വലിയ അള്ളാഹുവിന്റെ സൂഫിയാക്കളും ഔലിയാക്കളും ആമീനെടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി ഉണർത്തട്ടെ, അന്ന് ആ മഹാന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഇജാബത്തുണ്ടായിരിക്കുമെന്ന കാര്യം ഉറപ്പ്. ആ പ്രാർത്ഥനയിൽ പിൽക്കാലത്ത് ആരൊക്കെ ഈ സംഘത്തിൽ കണ്ണുചേരുന്നു, ആരൊക്കെ ഈ സംഘത്തിന് ശക്തി പകരുന്നു, ആരൊക്കെ ഈ സംഘത്തിന്റെ ഘടകങ്ങളായി പ്രവർത്തിക്കുന്നു, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണമെന്ന കാര്യം തീർച്ച. ആ പ്രാർത്ഥന ലബ്ക്ക് വശം ബദലാക ഭാഗ്യം സിദ്ധിച്ച ഭാഗ്യശാലികൾ കൂടിയാണ് നാം സാന്ദർഭികമായി ഓർക്കുക. അത് വല്ലാത്തൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന നടത്തി അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപം കൊടുത്തു. 9 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. ഈ 9 പതിറ്റാണ്ട് കാലത്തെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കി. കേരളത്തിൽ തന്നെ എത്ര സംഘടനകളുണ്ട്, കേരളത്തിന് പുറത്ത് എത്ര സംഘടനകളുണ്ട്, എത്ര സംഘങ്ങളെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ പല സംഘടനകളെയും എത്ര കാലം നീണ്ടുനിന്നു, എത്ര കാലം മുന്നോട്ട് പോയി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തെ ഇളക്കി മറിച്ച വലിയ പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലും 1 നൂറ്റാണ്ട് തീർക്കുന്നതിന് മുമ്പ് അപജയങ്ങൾ നേരിട്ടുകൊണ്ട് അതിന് അടിമുടി ഭേദഗതി വരുത്തിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്ന് ലോകതലത്തിൽ ചിന്തിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ പല സംഘങ്ങളും ഇതുപോലെ ചരിത്രത്തിന്റെ ശവപ്പറമ്പിൽ മാത്രം ആ പേരുകൾ കാണാൻ സാധിക്കുക. ചരിത്രത്തിൽ നേർക്കുനേർ നമുക്കവരെ കാണാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ സമസ്തയുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. നീണ്ട 9 പതിറ്റാണ്ട് കാലത്ത് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ സമസ്തയുടെ ഗ്രാഫ് നേരെ മുകളിലേക്കാണ്. സമസ്തയുടെ ഗ്രാഫ് താഴേക്ക് വന്ന ഒരു ചരിത്രം ഈ 90 വർഷക്കാലത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അത് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുക. സമസ്ത എന്താണോ ലക്ഷ്യമാക്കിയത്? ഈ ബിദ്അത്തിലേക്ക് നയിക്കപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ അത് ബിദ്അത്തിൽ പോകാതെ ചെറുത്തു നിന്നുകൊണ്ട് അവരെ സുരക്ഷിതമായ ഇസ്ലാമിന്റെ കവചത്തിനുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് നീണ്ട 13 നൂറ്റാണ്ട് കാലം കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിച്ചു വന്ന സ്വഹാബത്ത് കൈമാറുന്ന ആ വിശുദ്ധമായ ദീനിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും അതേപടി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന അവരുടെ ഉത്ഥാനത്തിനും അവരുടെ ഉയർച്ചയ്ക്കും ആവശ്യമായ പദ്ധതികൾ എന്താണോ, വിദ്യാഭ്യാസ പദ്ധതികൾ എന്താണോ, ഭൗതിക സംവിധാനങ്ങൾ എന്താണോ, അതൊക്കെ സജ്ജമാക്കി ഒരുക്കിക്കൊണ്ട് അവരുടെ വിജയകരമായ പാതയിലേക്കൂടെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ലക്ഷ്യവുമായിട്ടാണ് ഈ 9 പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജംഇയ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയകരമായി സമസ്ത മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നാളുകൾ കഴിയുന്തോറും കാലം കഴിയുന്തോറും സമസ്തക്ക് ജനമനസ്സിൽ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സമസ്ത തുടക്കം കുറിക്കുന്ന കാലഘട്ടത്തിൽ സമസ്തക്ക് പ്രതിരോധിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു സംഘടന ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന, സലഫി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന, അന്ന് നിഷ്പക്ഷ സംഘമെന്നും കേരള മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ അറിയപ്പെട്ട് രംഗത്ത് വന്നിരുന്ന ഈ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. ആ മുജാഹിദ് പ്രസ്ഥാനം
ഈ പുതിയ ആശയവുമായി കേരളീയ മുസ്ലിം സമൂഹത്തെ സമീപിച്ചപ്പോൾ അതിന്റെ യഥാവിധി അർത്ഥം, വ്യാഖ്യാനം, വിശദീകരണം ഇങ്ങനെയാണെന്ന് ജനസമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും ഇവർ പറയുന്ന വ്യാഖ്യാനം തെറ്റാണെന്ന് ബോധവൽക്കരിച്ചുകൊണ്ടും സമസ്ത കേരള ജംഇയ്യത്ത് മുന്നോട്ട് പോയി. ഈ 9 പതിറ്റാണ്ട് കാലം സമസ്ത പ്രവർത്തനം ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചു? മുജാഹിദ് പ്രസ്ഥാനത്തിൽ അകപ്പെട്ടു പോയ പലരും ആ കാലഘട്ടത്തിൽ തിരിച്ചു വന്നു. സമസ്ത യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചപ്പോൾ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, സമസ്തയുടെ ചെറുത്തുനിൽപ്പ്, സമസ്തയുടെ കരുത്തുറ്റ പോരാട്ടങ്ങൾ, സമസ്തയുടെ മുൻഗാമികളായ മഹാന്മാരായ നിഷ്കളങ്കതകളും നിറവിടങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫ്യങ്ങളും ഉലമാക്കളും ശക്തമായി പോരാട്ടം നടത്തിയതിന്റെ ഫലമായി അന്ന് രൂപം കൊണ്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥാവിശേഷം എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സമസ്തക്കൊരു പോലും സംഭവിച്ചിട്ടില്ല. സമസ്ത അജയ്യമായി മുന്നോട്ട് പോവുകയാണ്, ഒരു പ്രവാഹം പോലെ മുന്നോട്ട് പോവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥാവിശേഷം എന്താ? സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ മേശയ്ക്ക് ചുറ്റും ടേബിളിന് ചുറ്റും നമ്മൾ കസേരയിട്ടിരുന്നാൽ ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനിടയിൽ ആരെങ്കിലും കയ്യിൽ ചിലപ്പോൾ ഗ്ലാസ് താഴെ വീണ് പോകാറുണ്ട്. ഗ്ലാസ് താഴെ വീണാൽ ചില്ലൊരു ശബ്ദം കേൾക്കും. പൊട്ടുകളായി ചില്ലുകളായി മാറി ചെതറി കിടക്കും. വലിയ പൊട്ടുണ്ടാവും, ചെറിയ പൊട്ടുണ്ടാവും, നന്ന ചെറിയ പൊട്ടുണ്ടാവും, നിറയെ ചില്ലുകൾ. ഇതേ അവസ്ഥയല്ലേ സുഹൃത്തുക്കളെ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് നിലവിലുള്ളത്? നിങ്ങൾ ഓർത്ത് നോക്കി, ഇന്ന് മുജാഹിദ് എത്ര ഗ്രൂപ്പാ? ഇത് ഔദ്യോഗിക ഗ്രൂപ്പാ. ഔദ്യോഗിക ഗ്രൂപ്പ് പറയുന്നു മടവൂർ ഗ്രൂപ്പ് മുഴുവൻ മുശ്രിക്കാണ്. മുജാഹിദ് മടവൂർ വിഭാഗം ഇപ്പുറത്തെ പള്ളിയിൽ നിന്ന് പറയുന്നു, പ്രസംഗിക്കുന്നു, പച്ചയായിട്ടായി പറയുന്നത്. അല്ല, കേരള വിഭാഗം മുഴുവൻ മുശ്രിക്കാണ്. കുറച്ച് അപ്പുറത്ത് പോയി നോക്കിയാൽ കാറെ കാണാൻ ജിന്ന് ഗ്രൂപ്പ്. തുടർന്ന് യാത്ര ചെയ്താൽ മതി. ഗൂഡല്ലൂർക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പകൽ സമയത്താണെങ്കിൽ ആ എടക്കര ചുങ്കത്തറ ഭാഗത്ത് ചെന്നാൽ കാണാ ഈ ഇന്റർവെൽ ടൈമിൽ നിറയെ പെൺകുട്ടികൾ റോട്ടിൽ, പറുത്തിട്ട പെൺകുട്ടികൾ. ഏതാണ് ഈ പറുത്തിട്ട് എത്രമാത്രം ബീവിമാർ പുറത്തിറങ്ങി ഒക്കെ മുഖം മറച്ച പെൺകുട്ടികൾ. സുഖകർമ്മ ഇത്രമാത്രം ബീവിമാർ ഇവിടെ ഉണ്ടോ? അപ്പൊ അന്വേഷണം ജിന്ന് വിഭാഗം ജിന്ന് കണ്ടെത്തിയിരിക്കുന്നവര് മുഖം മറക്കുന്ന സ്ത്രീകൾ. ഇതൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞതാ. ഇപ്പൊ അവർ അംഗീകരിച്ചുകൊണ്ട് മുഖം മറക്കുന്ന സ്ത്രീകൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഈ ജിന്ന് വിഭാഗം മുഖം മറച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഞാൻ എത്രയോ കാലമായി അറബി കോളേജ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാ. ഞാൻ അവർ അറബി കോളേജ് പഠിച്ചതാണ്. ഒരുപാട് വാല്യൂഷൻ ക്യാമ്പിൽ പങ്കെടുത്തതാ. പക്ഷെ ഇക്കഴിഞ്ഞ വാല്യൂഷൻ ക്യാമ്പിൽ പുളിക്കൽ മദീനത്തുൽ അറബി കോളേജ് മുജാഹിദിന്റെ കോളേജിൽ വാല്യൂഷന് പങ്കെടുത്തപ്പോ ഞാൻ രസകരമായ കാഴ്ച കണ്ടു. അതിൽ സ്ത്രീകളുണ്ട് വാല്യൂഷൻ ക്യാമ്പിൽ, കോളേജിലെ അധ്യാപികമാരാ. അവർ 4-5 സ്ത്രീകള് മുഖവും മറച്ചിട്ടുണ്ട്, കയ്യും മറച്ചിട്ടുണ്ട്. അമ്മാതിരി മുജാഹിദ് ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അടുത്തിരിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളോട് ചോദിച്ചു, ഇത് ഏതാണ് പാർട്ടി ചോദിച്ചു. അറിയില്ലേ, അതാണ് ജിന്ന് വിഭാഗം എന്നാണ്. എന്റെ സുഹൃത്തുക്കളെ, മൂന്നാമത്തെ ഗ്രൂപ്പ് ജിന്ന് വിഭാഗം. ആ ജിന്ന് വിഭാഗം പറയുന്നത് ഈ 2 ഗ്രൂപ്പും മുശ്രിക്കാ, ഞങ്ങൾ മാത്രമാണ് തൗഹീദ് കളിക്കാർ. തൊട്ടപ്പുറത്ത് ഈ ചാലിയാറിന്റെ അക്കർ പോയാൽ വേറെ പാർട്ടിയെ കാണാം. അവർ പറയുന്നത് ഹുതുബ അറബിയാണ് നിർവഹിക്കേണ്ടത്. സംഘടന രൂപീകരിച്ചിട്ടുള്ള വിദാത്ത പ്രവാചകൻ സംഘം രൂപീകരിച്ചിട്ടില്ല. സമ്മേളനം നടത്തിയ വിദാത്ത പ്രവാചകൻ യൂണിറ്റ് സമ്മേളനം പോലും നടത്തുന്നില്ല. സംസ്ഥാന സമ്മേളനം വിദാത്ത. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന മുടി വെട്ടാൻ പാടില്ല, അത് അള്ള തന്ന ഇങ്ങനെ പറഞ്ഞ പുതിയ ചില വാദഗതികളുമായി വേറെ അടുത്ത 4 ഗ്രൂപ്പ്. തൊട്ടപ്പുറത്ത് അരീക്കോട് ചെന്നേക്കാണ് വേറെ ഗ്രൂപ്പ്. സഹീഹുൽ ബുഖാരിയിലെ ലോക മുസ്ലിം ജനസമൂഹം മുഴുവൻ അംഗീകരിക്കുന്ന ഹദീസുകൾ പോലും ദുർബലമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ട് ചേകനൂർ പ്രസ്ഥാനത്തിലേക്ക് അടുത്തെത്തി നിൽക്കുന്ന അടുത്ത 5-ാം ഗ്രൂപ്പ്. ആ ഗ്രൂപ്പുകൾ എണ്ണിങ്ങനെ പറഞ്ഞു നോക്കിയാൽ നമ്മുടെ സമയം പോകും. ഞാനൊരു അവസാനിപ്പിക്കുകയാണ്. ഈ തരത്തിൽ ചില്ല് കഷ്ണങ്ങളായി ചെതറിങ്ങനെ കിടക്കുക മുജാഹിദ്. യോജിപ്പിക്കാൻ പല രാഷ്ട്രീയ നേതാക്കളും ഇടക്കാൻ ശ്രമിച്ചു നോക്കി. അവരെ മനസ്സിലാക്കി ഇത് യോജിപ്പിക്കാൻ പറ്റൂല, ഇത് ഗ്ലാസ് പൊട്ടിയതാണ്, ചൂലും മുറ കൊടുക്കുക, എന്നിട്ട് അടിച്ചിട്ടിങ്ങനെ മുറത്തിങ്ങനെ ആക്കിയിട്ട് കുപ്പത്തൊട്ടി കൊണ്ടിടാൻ പറ്റുള്ളൂ. ഇതിന് യോജിപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കേരളീയ മുസ്ലിം രാഷ്ട്രീയ നായകന്മാർ പോലും ബോധ്യപ്പെട്ട് പിൻവാങ്ങിയ അവസ്ഥാവിശേഷം. സമസ്ത എവിടെയുണ്ട്? സമസ്തക്കൊന്നും സംഭവിച്ചിട്ടില്ല. സമസ്ത വിജയകരമായി അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പിന്നീട് ജമാഅത്തെ ഇസ്ലാമി വന്നു, തബ്ലീഗ് ജമാഅത്ത് വന്നു, അതോടെ ഖാദിയാനി പ്രസ്ഥാനം വന്നു, ഇപ്പുറത്തെ NDF വന്നു, അപ്പുറത്തെ നൂരിഷ തരീഖത്ത് വന്നു, ഇപ്പുറത്തെ ആദിവാ തരീഖത്ത് വന്നു, അപ്പുറത്ത് ഷംസിയ തരീഖത്ത് വന്നു, അപ്പുറത്ത് ചോറ്റൂർ കൊരൂർ തരീഖത്തുകൾ വന്നു. ഈ ഓരോ പ്രസ്ഥാനവും കേരളത്തിൽ ഉടലെടുക്കുമ്പോഴൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് സമഗ്രമായി പഠിച്ചു, വിലയിരുത്തി, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ബോധ്യപ്പെട്ട ശേഷം മുഷാവറ ചേർന്ന് വിശകലനം ചെയ്തു. ഇത് നമുക്ക് പറ്റുന്ന പാർട്ടിയാണോ അല്ലേ, പറ്റാത്ത പാർട്ടിയാണോ തീരുമാനമെടുത്താൽ അത് ജനസമക്ഷം ബോധ്യപ്പെടുത്തി.
ജനസമക്ഷം ബോധ്യപ്പെടുത്തിയാൽ ആ തീരുമാനം ഫൈനലാണ്. അതോടുകൂടി ആ തീരുമാനം ഫൈനലായി കഴിഞ്ഞു. അത് കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. അതാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം. നിങ്ങൾ പരിശോധിച്ചു നോക്കി. സമസ്ത എടുത്ത തീരുമാനം കേരളീയ മുസ്ലിം സമൂഹം ശരിവച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. സമസ്ത പറഞ്ഞ വാക്ക് ഫൈനലാണ്. പിന്നെ തിരിച്ചു പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. മുജാഹിദ് എത്ര തിരുത്തുന്നത്? ജമാഅത്ത് എത്ര തിരുത്തുന്നത്? ഈ പറയുന്ന പുതിയ പ്രസ്ഥാനം എത്ര തിരുത്തുന്നത്? എത്ര തിരുത്തിക്കൊണ്ടിരിക്കുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തോട് നമ്മുടെ ആളുകൾ ചോദിക്കും, അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ രൂപകൽപ്പന നൽകിയ മഹാപണ്ഡിതന്മാർ KM മൗലവി നബിദിനാഘോഷം നടത്തിയിട്ടില്ലേ? ഉണ്ടല്ലോ. EK മൗലവി നബിദിനാഘോഷം നടത്തിയിട്ടില്ലേ? ഉണ്ടല്ലോ. നബിദിനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അവർ വാദോടൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അവർ അതിനെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ. റബീഉൽ മഹത്വത്തെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് കുറ്റം പറയാൻ ചോദിച്ചാൽ അതവർ വഴിതെറ്റിപ്പോയി ഞങ്ങൾ അംഗീകരിക്കാൻ തിരുത്തുന്നു എന്നാ പറയുന്നത്. തിരുത്തിയാൽ പിന്നെ ഞങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിനെ ഓർത്ത് നോക്കൂ. ജമാഅത്തെ ഇസ്ലാം ഒരു മതസംഘടനയായി രംഗത്ത് വന്ന ആളുകളാണ്. അന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാം പ്രത്യക്ഷപ്പെട്ട കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വീര ശബ്ദം ഏറാറിന്റെ വീരപുത്രൻ മഹാനായ മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദോടൊക്കെ ദറജല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ആ കാലഘട്ടത്തിൽ പ്രസംഗിച്ചു, ജമാഅത്തെ ഇസ്ലാം ഒരു മതസംഘടനയല്ല, മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ സംഘടനയാണ്. നോക്കുന്നത് ദീർഘവർഷം ഇന്ന് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു. സമസ്തക്ക് മാറ്റില്ല, സമസ്ത പറഞ്ഞെടുത്ത് നിൽക്കുകയാണ്. ഒരു ചേഞ്ചും ഇല്ല. കാന്തപുര വിഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? എന്റെ കാന്തപുര വിഭാഗത്തിന് സമസ്തക്കുള്ള കുറ്റം? സമസ്ത 20 തറാവി എണ്ണം കൂട്ടമെന്ന് കാന്തപുരം പറയുന്നില്ല. നിസ്കാരത്തിൽ കൈകെട്ടുന്ന കുറച്ച് മാറ്റമെന്ന് പറയുന്നില്ല. മദ്ഹബുകൾ അംഗീകരണ നിലപാട് മാറ്റമെന്ന് പറയുന്നില്ല. ഒരാചാരവും സമസ്തയുടെ നിലപാട് ശരിയല്ലെന്ന് കാന്തപുര വിഭാഗത്തിന് പറയാനില്ല. കാന്തപുരത്തുള്ള ഏക കുറ്റം സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്. ശരിയാണ്, സമസ്തക്കാർ രാഷ്ട്രീയക്കാരാണ്. നമ്മൾ രാഷ്ട്രീയം വേണമെന്ന് പറയുന്നവരാണ്. ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്കും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പുരോഗതിക്കും രാഷ്ട്രീയമായ അധികാരവും രാഷ്ട്രീയമായ പിൻബലവും ഈ രാജ്യത്ത് സംവിധാനം അനുസരിച്ച് ആവശ്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണം മോശമായ കാര്യമല്ല. രാഷ്ട്രീയം മുസ്ലിങ്ങൾക്ക് വളരെ ആവശ്യമായ ഘടകമാണ്. ഈ കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല. സമസ്ത കേരള ജമ്മുത്തിൽ ഒരു കാലത്തും ഒരു തർക്കമില്ല. സമസ്ത എടുത്ത സമീപനം എല്ലാവരും മുസ്ലിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയില്ലാത്തതുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ മതത്തിനല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കാം. പക്ഷെ സംഘടനയ്ക്ക് രാഷ്ട്രീയമല്ല, സംഘടന വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാമെന്നാണ് നിലപാട് സ്വീകരിച്ചത്. അന്ന് കാന്തപുരം എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ മഹീമസമായ രാഷ്ട്രീയവുമായി ബന്ധപ്പെടാൻ പറ്റില്ല. വല്ലാഹി സുമ്മ വല്ലാഹി, എന്റെ വിശുദ്ധമായ കരം കൊണ്ട് ഞാൻ ഇതുവരെ ഒരു വോട്ട് ചെയ്തിട്ടില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ചു വന്ന് രാഷ്ട്രീയത്തെ പുച്ഛമായി അവതരിപ്പിച്ച് ഇതാ രാഷ്ട്രീയമില്ലാത്ത ശുദ്ധമായ സുന്നീയത എന്ന പുതിയ ഓഫറുമായി കടന്നു വന്ന കാന്തപുരം ഇന്ന് രാഷ്ട്രീയത്തിന്റെ മേലധികാരിയായി ചമഞ്ഞുകൊണ്ട് സർവ്വ രാഷ്ട്രീയക്കാർക്കും മതിപ്പ് നഷ്ടപ്പെടുന്ന വിധം ഒന്നുമല്ലാതായി തീർന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമസ്തക്ക് മാത്രം മാറ്റമില്ല, സമസ്തക്ക് മാത്രം ചേഞ്ചില്ല. സമസ്ത അതിന്റെ സുന്ദരമായ ആശയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആദർശപരമായ മുന്നേറ്റം കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനമായിരുന്നാലും ജമാഅത്തെ ഇസ്ലാമിയായിരുന്നാലും തബ്ലീഗ് ജമാഅത്തായിരുന്നാലും ഖാദിയാനി പ്രസ്ഥാനമായിരുന്നാലും ചേകമോട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ആയിരുന്നാലും ഈ വ്യാജ തരീഖത്തിൽ ആരായിരുന്നാലും ശരി, ആ ഒരേ ഒരു പരിപാടി ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യുക എന്ന്. സമസ്ത അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇവരൊക്കെ ചെയ്യുന്ന കാര്യം പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നത്. ഏതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ? കൊച്ചു കുട്ടികൾക്ക് പോലും അറിയും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് പ്രമാണങ്ങൾ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിന് അനുബന്ധമായ ഇജ്മാഉം ഖിയാസും. ഖുർആനും സുന്നത്തും, ഖുർആൻ നമുക്കൊക്കെ പരക്കെ അറിയപ്പെട്ടതാ. സുന്നത്ത് എന്നാൽ നബി വചനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും കാര്യങ്ങളുമാണ് ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത്. ഇത് രണ്ടുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കാര്യം അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾക്കൊക്കെ തെളിവായി ഖുർആനാണ് ഉദ്ധരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾക്കൊക്കെ ഉപോത്പരമായി തെളിവായി ഉദ്ധരിക്കുന്ന ഖുർആനാണ്. ഈ പറഞ്ഞ ഓരോ കക്ഷികളും അവർക്കൊക്കെ തെളിവായി ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. എല്ലാ കക്ഷികളും എത്രത്തോളം വെച്ചാൽ ഇസ്ലാമിക വൃത്തത്തുനിന്ന് പുറത്തുപോയി എന്ന് ലോക മുസ്ലിം സമൂഹം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ഖാദിയാനി പ്രസ്ഥാനം, അഹമ്മദിയ പ്രസ്ഥാനം. അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ഭാഗം ഇസ്ലാമൊക്കെ ശരി, പക്ഷെ പ്രവാചക ശൃംഖല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാപിച്ചിട്ടില്ല. പിന്നെയും ഒരു പ്രവാചകൻ കടന്നുവന്നിട്ടുള്ളത്, അതാണ് പഞ്ചാബിൽ ജനിച്ച ഇന്ത്യക്കാരനായ മീർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഈ അഹമ്മദ് കൂടി പ്രവാചകനാണ് അംഗീകരിക്കണം, ഖാദിയാനിയിൽ ജനിച്ച അഹമ്മദ്. അതിന് തെളിവെന്താ? വിശുദ്ധ ഖുർആനായത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. മുബശ്ശിറൻ ഖുർആൻ പ്രവാചക തിരുമേനി സന്തോഷ വാർത്ത അറിയിച്ചു.
തനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകന്റെ പേരുകൊണ്ട് ഇസ്മുഹു അഹമ്മദ്, ആ പ്രവാചകന്റെ മാർഗം നാം അഹമ്മദ് എന്നാണ്. അതാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഖാദിയാനിക്ക് തെളിവ് ഖുർആനാണ്. ശേഖനൂർ മൗലവി 3 വഖത്ത് നിസ്കരിച്ചാൽ മതി എന്നുള്ളത് ഖുർആൻ തെളിവ്. അഖ്നിസ്സലാത്ത തറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈൽ ഇല്ലൽ ഹസനാത്തി യുദ്ഹിബുന സയ്യാത്ത്. അഖ്നിസ്സലാത്ത നബിയെ നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. തറഫൈൻ നഹാർ, പകലിന്റെ 2 തെല്ലുകളിൽ രാവിലെയും വൈകിട്ടും, വസുലഫം മിനൽ രാത്രി 3 വഖത്ത് നിസ്കാരം. ബാക്കി ഇല്ലൽ ഹസനാത്തി യുദ്ഹിബുന സയ്യാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോയാൽ ദുഷ്കർമ്മങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. ഈ ഒരു നിലപാട് ഓരോ പാർട്ടിയും പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, സമസ്ത കേരള ജംഇയ്യത്തുൽ പഠിപ്പിച്ചൊരാശയം വളരെ കൃത്യമായി ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തി. എന്താ ബോധ്യപ്പെടുത്തിയത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രബോധിത സമൂഹമായ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക് സമൂഹമേ, പിൽക്കാലത്ത് നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ബിശിബ്രിൻ, ഒരു ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി, എത്രത്തോളം നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഒരു ഉടുമ്പ് കടന്ന മാളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഉടുമ്പിന്റെ മാളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇയാൾ ആ മാളത്തിലേക്കും പോകും. അങ്ങനെ അതുപോലെ അവർ പിൻപറ്റുന്ന ഒരു പിൽക്കാല തലമുറ നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആലോ സഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങളുടെ മുൻഗാമികൾ തന്നെ ആരാണ്? ഞങ്ങളെ തൊട്ടുമുമ്പ് ജീവിച്ചു പോയവർ അൽ യഹൂദ വൻ നസാറ, ജൂതന്മാരും ക്രൈസ്തവരുമല്ല, അവരെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ആരാ? തങ്ങൾ ചോദിച്ചു. ഫമൻ, അവരെല്ലാത്തിനും ആരെയാണ് ഉദ്ദേശിച്ചത്? കൃത്യമായി തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ മാതൃകകൾ പിൽക്കാലത്ത് അതേപടി അനുകരിക്കുക തന്നെ ചെയ്യും, പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നു. എന്താണ് ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാരങ്ങൾ? എന്താണ് ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രത്യേകതകൾ? അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രത്യേകത യുഹർറിഫൂനൽ കലിമ അൻ മവാദിഇഹി. യുഹർറിഫൂനൽ കലിമ, വേദവാക്യങ്ങൾ അവർ വളച്ചൊടിക്കുന്നു, തഹരീഫ് ചെയ്യുന്നു. അൻ മവാദിഇഹി, അതിന്റെ യഥാസ്ഥാനത്ത് മാറ്റിമറിക്കുന്നു, തെറ്റായ വ്യാഖ്യാനം നൽകുന്നു. ഇതാണ് ജൂത സമൂഹത്തിന്റെ പ്രത്യേകത. ഇതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രത്യേകത. ക്രൈസ്തവ സമൂഹത്തിന് ഖുർആൻ പോലത്തെ ഇഞ്ചീൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ജൂത സമൂഹത്തിന് ഖുർആൻ പോലുള്ള തൗറാത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ കിതാബുകൾ കൃത്യമായി പ്രവാചകനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത്തരം വേദവാക്യങ്ങളും അവർക്ക് ദോഷകരമായി ബാധിക്കുന്ന വാക്യങ്ങളും തെറ്റായി വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിന് ഫത്വ നൽകുന്ന പ്രവണതയാണ് സത്യത്തിൽ ജൂത ക്രൈസ്തവ സമൂഹം പിന്തുടരുന്നത് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ജൂത ക്രൈസ്തവ സമൂഹം എങ്ങനെ വളച്ചൊടിച്ചു പ്രമാണങ്ങൾ എന്ന് തഫ്സീർ റാസി പോലുള്ള തഫ്സീറുകൾ വിശദീകരിക്കുന്നത് ഇൽഖാഉ ശുബഹിൽ ബാത്തില, തെറ്റായ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ആളുകൾ കൈമാറുക. തഅ്വീലാത്തിൽ ഫാസിദ, തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകുക പ്രമാണങ്ങൾക്ക്. നേരായ അർത്ഥം മാറ്റി വെച്ചിട്ട് തെറ്റായ അർത്ഥകൽപ്പന നടത്തുക. അതൊന്നും പച്ചയായിട്ടല്ല, പടക്കസർത്തുകളിലൂടെ തഫ്സീർ റാസി അങ്ങനെ തന്നെ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നോക്കൂ, യഥാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ ഇന്ന് കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ തബ്ലീഗ് ജമാഅത്ത്? ഇത് തന്നെയല്ലേ പ്രതിരോധത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട NDF ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ വ്യാജ തരീഖത്തുകൾ ചെയ്യുന്നത്? പ്രമാണം അങ്ങനെ തന്നെ ഉദ്ധരിച്ചിട്ട് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന വിധത്തിൽ പദക്കസർത്തുകളെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഭീകരമായ അവസ്ഥാവിശേഷമാണ് കേരളത്തിലെ ഈ വിദായി പ്രസ്ഥാനങ്ങൾ, ലോകത്തെ വിദായി പ്രസ്ഥാനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത്തരം ഒരു സമൂഹം പിൽക്കാലത്ത് വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘദൃഷ്ടി നൽകി. അത് ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഇവർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ തെറ്റായ വ്യാഖ്യാനങ്ങൾ അതേപടി ജനസമൂഹത്തിന് സമസ്ത പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് ഒരു സത്യസന്ധമായ വ്യാഖ്യാനം, ഇതാണ് പ്രാമുഖമായ വ്യാഖ്യാനങ്ങളുടെ വ്യാഖ്യാനം. ഇവർ പറയുന്ന വളച്ചൊടിച്ചതാണ്. ജൂത ക്രൈസ്തവ സമൂഹത്തെ പോലെ പ്രമാണങ്ങൾ വളച്ചൊടുക്കുകയാണ്, ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഇങ്ങനെ ജനസമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണം പറയട്ടെ. ഒരു മുജാഹിദ് പ്രഭാഷണം ഒരു സ്ഥലത്ത് നടന്നാൽ, ഒരു ജമാഅത്ത് പ്രഭാഷണം ഒരു സ്ഥലത്ത് നടന്നാൽ ആദ്യമായി മുന്നോട്ട് വെക്കുന്ന ആശയം മുസ്ലിങ്ങൾക്കൊരു തർക്കമുണ്ടായാൽ അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടക്കണം.
ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, അതാ പരിശോധിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യല്ല, നമ്മൾ വേണ്ടത് ഫിഖ്ഹിന്റെ കിതാബുകൾ നോക്കുക, ഇമാമിങ്ങളെയും ഖ്വാജാക്കന്മാരെയും വാദങ്ങൾ നോക്കുക, സഹാബത്തിൽ താബിഈങ്ങളുടെ അഭിപ്രായം നോക്കുക. അതല്ല ഖുർആൻ പറയുന്നത് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അങ്ങനെ ഓതിക്കേൾപ്പിത്തോര് ഒരു മതപരമായ ഒരു വിഷയത്തിൽ നിങ്ങൾ ഭിന്നത നേരിട്ടാൽ ഫറുദ്ദൂഹു, ആ ഭിന്നിപ്പുള്ള വിഷയം നിങ്ങൾ മടക്കണം, ഇലല്ലാഹി അല്ലാഹുവിന്റെ ഖുർആനിലേക്ക്, വറസൂൽ റസൂലുള്ളാഹിയിലേക്ക്, നമ്മുടെ സുന്നത്തിലേക്ക് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഖുർആനും സുന്നത്തും ഒഴിവാക്കിക്കൊണ്ട് ഈ ഇമാമിങ്ങളെയും സഹാബാക്കന്മാരുടെയും ഖ്വാജാക്കന്മാരുടെയും കിതാബുകൾ തേടിപ്പോയതാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ സംഭവിച്ച സകല നാശങ്ങൾക്കും കാരണമെന്ന് ഇവരൊക്കെ പച്ചയായി പരസ്യമായി പ്രസംഗിക്കുമ്പോൾ ശരാശരി ജനങ്ങൾ വിചാരിക്കും ശരിയല്ലല്ലേ, അർത്ഥങ്ങൾ തന്നെയല്ലേ. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായം വന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്ക് റസൂലിലേക്ക് മടക്കിക്കൊള്ളി, ഖുർആനും റസൂലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കിതാബുകാരനെ തർക്കത്തിന് കാരണം? ഇവർ ഖുർആനിലെ ഓതുന്നത്, അവർ ഹദീസിലെ പ്രമാണം ഉച്ചരിക്കുന്നത്. അപ്പൊ ഈ മാർഗമല്ല ശരിയെന്ന ആശയക്കുഴപ്പം സ്വാഭാവികമായി ഉണ്ടാകും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സത്യത്തിൽ എന്താ ഖുർആനായത്തിന്റെ അർത്ഥം? എന്താണ് ആ ഖുർആനായത്തിന്റെ അർത്ഥം? നിങ്ങൾ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ആ ആയത്ത് മുഴുവൻ നിങ്ങൾ ഓതിക്കേട്ട് അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം മുഴുവൻ കേട്ടാൽ മൂക്കത്ത് വരെ വെച്ചു പോകും. പടച്ചോനെ, ഇങ്ങനെയാണ് ഈ ഖുർആന്റെ യഥാർത്ഥ അർത്ഥം. ഇതാ ഇത്രയും കാലം ഖുർആനുക്കും സുന്നത്തുക്കും മടങ്ങിപ്പോയി മുജാഹിദ് പറഞ്ഞ ഈ ആശയത്തിന് ഉപോത്ബലകമായി ഓതിക്കേൽപ്പിക്കുന്ന ഈ ആയത്ത് ഇതിന്റെ അർത്ഥം ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ ആരും അത്ഭുതപ്പെട്ടു. ആ തരത്തിൽ പച്ചയായി വളച്ചൊടിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥ ഈ ആയത്തിന്റെ പൂർണ്ണരൂപം എന്താ? ആയത്തിന്റെ പൂർണ്ണരൂപം യാ അയ്യുഹല്ലദീന ആമനൂ أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വറസൂൽ, റസൂലിനെയും അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങൾ യോഗ്യരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാരെയും അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പിന്നെയും തർക്കമറിയാണെങ്കിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. ദാലിക ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമം, അഹ്സനു തഅ്വീല, ഏറ്റവും നല്ല വ്യാഖ്യാന രീതിയും. ഈ ആയത്തിന്റെ തഫ്സീർ എന്താണോ? ഈ ആയത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനം ഇസ്ലാമിലെ അടിസ്ഥാനപരമായ 4 പ്രമാണങ്ങളിൽ തെളിവാണ് ആ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ 4 പ്രമാണങ്ങളാണുള്ളത്. അതാ, 1 ഖുർആൻ, 2 സുന്നത്ത്, 3 ഇജ്മാഅ്, 4 ഖിയാസ്. ഈ 4മാണ് ശരീഅത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, അടിസ്ഥാന രേഖകൾ എന്നാണ് ആയത്ത് പഠിപ്പിക്കുന്നത്. അതെങ്ങനെ പഠിപ്പിക്കുന്നത്? തഫ്സീർ റാജി പോലുള്ള ആധികാരിക ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദമായി ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. വിശദമായി അവതരിപ്പിക്കുന്നത് എങ്ങനെ? അദ്ദേഹം തഫ്സീർ റാജി തന്നെ ചൂണ്ടിക്കൊടുക്കുന്നു. തുടക്കത്തിൽ തന്നെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇന്ന ഉസൂല ശരീഅത്തി അർബഅ, ശരീഅത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ 4 എണ്ണമാണ്. അൽ കിതാബ് 1 ഖുർആൻ, വസ്സുന്നത്തു 2 സുന്നത്ത്, വൽ ഇജ്മാഉ 3 ഇജ്മാഅ് പണ്ഡിതരേഖാഭിപ്രായം, വൽ ഖിയാം 4 ഖിയാസ്. ഇത് 4 പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വഹാദിഹിൽ ആയ, ഈ വിശുദ്ധമായ ആയത്ത് മുസ്തമിലത്തുൻ അലാ തഖ്രീരി ഹാദിഹിൽ അർബഅ, ഈ 4 പ്രമാണങ്ങൾ സ്ഥിരീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ആയത്താണ് ഈ ആയത്ത്. ബിഹാരത്തർത്ത് ഇതേ ഓർഡർ തന്നെ ഖുർആൻ പറഞ്ഞത്. ഖുർആന്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ്. ഞാൻ തഫ്സീറാദികളെ വിശദീകരിക്കണം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക. അല്ലാഹുവിനെ അനുസരിക്കാൻ ഖുർആൻ അനുസരിക്കുക 1ാം പ്രമാണമായി. റസൂൽ, അത്തിയുർ റസൂൽ, റസൂലുള്ളാഹിനെ അനുസരിക്കുക 2ാം പ്രമാണമായി. സുന്നത്ത് അനുസരിക്കാനായി. ഇത് 3ാം പ്രമാണമാണ്. ഉലിൽ അംരി മിൻകും, നിങ്ങൾ കാര്യം കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള യോഗ്യരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ അംഗീകരിക്കുക. ഇത്തിഫാഖ് മുജ്തഹിദിൽ ഉമ്മ. 3ാം പ്രമാണമായി നിങ്ങൾ ഇജ്മാ അംഗീകരിക്കുക, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം അംഗീകരിക്കുക. ഇനി പറയാണ്, അത് ഖുർആൻ അംഗീകരിച്ചു, ഹദീസ് അംഗീകരിച്ചു, ഇജ്മാഉം അംഗീകരിച്ചു. ഈ 3 നമ്മൾ പ്രശ്നത്തിന് ഉത്തരം കാണുന്നില്ല. ഖുർആനും കാണുന്നില്ല, ഹദീസ് 2ാം പ്രമാണത്തിലും കാണുന്നില്ല, 3ാമത്തെ ഇജ്മാഇലും കാണുന്നില്ല. ഫൈൻ തനാസഅതു ഫീ ഷൈഇൻ, എന്നിട്ടും നിങ്ങൾക്ക് തർക്കം വരികയാണെങ്കിൽ ഇതൊക്കെ മറച്ചേക്കാൻ മുജാഹിദ്. ഖുർആനും സുന്നത്തും അപ്പുറത്ത് പറഞ്ഞു പോയിട്ടുണ്ട്, ഇജ്മാഉം. ഇനിയും തർക്കം വരികയാണെങ്കിൽ ഈ വിഷയത്തിന്റെ ഉത്തരം ഖുർആനിലില്ലല്ലോ, ഈ വിഷയത്തിന്റെ ഉത്തരം ഹദീസിലില്ലല്ലോ, ഈ വിഷയത്തിന്റെ ഉത്തരം ഇജ്മാഇലില്ലല്ലോ. ഇങ്ങനെ പ്രശ്നം തർക്കം വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, തെങ്ങിൽ നിന്നെടുക്കുന്ന കള്ള്, തെങ്ങിൽ നിന്ന് കള്ളെടുക്കാൻ സാധിക്കും, നമ്മൾ നാട്ടിൽ സുലഭമായി എടുക്കുന്നുണ്ട്. ആ കള്ളിനെ കുറിച്ച് ഖുർആനിൽ കാണുക. കാരണം ഖുർആന്റെ കാലത്ത് അന്ന് തെങ്ങ് അവിടെ ഇല്ല, ഹദീസിലും കാണുന്നില്ല, ഇജ്മാഇലും കാണുന്നില്ല. അങ്ങനെ വന്നാൽ ഖുർആൻ പറയാ ഫൈൻ തനാസഅതു ഫീ ഷൈഇൻ, തെങ്ങിൽ നിന്നെടുക്കുന്ന കള്ള് നിങ്ങൾക്ക് എന്താണ് മസല, ഹലാലാണോ ഹറാമാണോ സംശയം വന്നാൽ, തർക്കം വന്നാൽ, ഫറുദ്ദൂഹു, ആ വിഷയത്തിന് സമാനമായ സംഭവം ഖുർആനിലുണ്ടോ?
അല്ലെങ്കിൽ ഹദീസിലുണ്ടോ ഇലല്ലാഹി വറസൂൽ ഖുർആനിലേക്കും ഹദീസിലേക്കും താരതമ്യം ചെയ്ത് മടക്കി നോക്കി ഖുർആനിന് സമാനമായ സംഭവം ഉണ്ടോ, ഹദീസിന് സമാനമായ സംഭവം ഉണ്ടോ പരിശോധിക്കുക. ഖിയാസ് എന്ന് പറയും, താരതമ്യ പഠനം. നോക്കാം. ഖുർആനിലേക്ക് മടക്കി നോക്കി, ഖുർആനിലേക്ക് മടക്കി നോക്കി. ഖുർആനിലുണ്ടല്ലോ മുന്തിരിന്റെ കണ്ണ് ഹറാമാണ്. എന്റെ മുന്തിരിന്റെ കണ്ണ് ഹറാമാൻ കാരണം അത് ഇസ്കാർ ലഹരിയുണ്ട്, അപ്പൊ പനങ്ങത്തിന്റെ കണ്ണും ഹറാമാണ്. ഇങ്ങനെ വിധി ഖിയാസിലൂടെ കണ്ടെത്തുക എന്നതാണ് ഈ വായത്ത് കൊണ്ട് വിയോജിതം ഭാ കൊണ്ട് വിയോജിതമെന്ന് ഖുർആന്റെ ആധികാരിക വ്യാഖ്യാതാക്കൾ വസ്തുനിഷ്ഠമായി പറയുമ്പോൾ, അപ്പൊ 4 ഖുർആനും സുന്നത്ത് ഇജ്മാഇ ഫൈൻ തനാസഅതു ഫീ ഷൈഇൻ, ഒരു വസ്തുവിനെ കുറിച്ച് തർക്കമെന്നാൽ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കുക എന്നതാണ്. ആ ഖുർആനും സുന്നത്തും സമാനമായ സംഭവം ഉണ്ടെന്ന് പരിശോധിച്ചു നോക്കുക എന്നാണ് ആ തഫ്സീർ പറയുമ്പോൾ ആ തഫ്സീർ ഭാഗം വെട്ടിമാറ്റി ഈ ആയത്തിന്റെ ഈ ഭാഗത്തിന്റെ മുൻഭാഗത്ത് വന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റി ഇപ്പുറം വെട്ടിമാറ്റി പാവപ്പെട്ട മുസ്ലിം ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കൊണ്ട് ഏത് മസലകൾക്ക് ഉത്തരം കിട്ടാൻ ഏത് സാധാരണക്കാരൻ ഖുർആനും ഹദീസുമാണ് പരിശോധിക്കേണ്ടത്, മദ്ഹബിന്റെ കിതാബുകളാ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വളച്ചെടുക്കുന്ന രീതി, ഈ പ്രവണത, ഇതാണ് നമ്മുടെ ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ പാരമ്പര്യം. പ്രമാണങ്ങൾ തെറ്റായി വളച്ചൊടുക്കുക. ഈ അവസ്ഥാവിശേഷം ഏതൊക്കെ വിഷയങ്ങൾ കേരളത്തിലെ വിദായി പ്രസ്ഥാനങ്ങൾ ചെയ്തോ അതൊക്കെ ജനസമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 9 പതിറ്റാണ്ട് കാലം മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഉദ്ധാനത്തിന് എന്തൊക്കെ വേണോ അതത് കാലഘട്ടത്തിൽ സമസ്ത ചെയ്തിട്ടുണ്ട്. ഒരു രംഗത്തും സമസ്ത പുറകോട്ട് പോയിട്ടില്ല, പിന്നോട്ട് പോയിട്ടില്ല. നമുക്ക് പണ്ഡിതന്മാർ വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ മുജാഹിദുകൾ വിളയാട്ടമായിരുന്നൊരു കാലഘട്ടത്തിൽ, അന്ന് നമുക്ക് ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന് രൂപം നൽകി. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ ജന്മം നൽകിയപ്പോൾ ആ കോളേജിൽ നിന്ന് മാത്രം പുറത്തുവന്ന 6300 പേർ ഫൈസിമാർ വിവിധ മഹല്ലുകളിൽ നിന്ന് കേരളത്തിലെ ഈ വിദായി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ശക്തമായി നേരിട്ടുകൊണ്ടിരിക്കുക. ഈ നബിദിന മുഖാമുഖവും നബിദിന വിരുദ്ധ പ്രചാരണ പ്രവർത്തനവും ഇന്ത്യ മുജാഹിദ് നടത്തിയിട്ട് യേശാത്തത് ഈ ചുറുചുറുപ്പുള്ള ഫൈസിമാർ, പിന്നീട് വന്ന ദാരിമിമാർ, അതുപോലുള്ള റഹ്മാനിമാർ, ഈ ബിരുദധാരികൾ ഓരോ പ്രദേശവും ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പിൽക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് ബോധ്യപ്പെട്ടു ഇത് മാത്രം പോരാ. സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ പുതിയ കാലഘട്ടത്തിൽ മതപരമായ വിഷയങ്ങൾ അഗാധമായ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ മാത്രം പോരാ, ഭൗതികമായ അറിവ് കൂടി നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണം. ഉടനെ സമസ്ത പുതിയ ചിന്തകൾക്ക് രൂപം കൊടുത്തു. അങ്ങനെയായിരുന്നു ഈ പുതിയ സംവിധാനം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രൂപകൽപ്പന നൽകിയത്. സമ്മാന ദാർഹുദയ സിലബസ് ഉദവിമാർ, വളർജിൽ മർക്കസിന്റെ സിലബസ് വാഫിമാർ, ആധുനിക ജാമ്യയുടെ സിലബസ് ജാമ്യ ജൂനിയർ കോളേജുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 3 സംവിധാനങ്ങളും സമാനമായ ഒറ്റ സംവിധാനങ്ങളുമായി പുറത്തു വരുന്നത് ഒരു വർഷത്തിൽ ശരാശരി 1000ഓളം ചുറുചുറുക്കുള്ള മതഭൗതിക പരിജ്ഞാനമുള്ള എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്ന ആർക്കും നേരിടാൻ സാധിക്കാത്ത വില്ലാലി വീരന്മാരായ 1000ഓളം യുവ പണ്ഡിതന്മാരാണ് പ്രതിവർഷം പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കഴിവെന്താണ്? കഴിവ് അവരുടെ നേട്ടങ്ങളും പുരോഗതി എത്രയാണ്? ഇക്കഴിഞ്ഞ മാസം കേരളത്തിന് സംഭവം അല്ലെങ്കിൽ ലോകത്തിന് സംഭവം അരങ്ങേറി. എന്താണ് സംഭവം? ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും ആധികാരികമായ ഡിക്ഷണറി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയാണ്. അതിവിടെ നിന്നും സജ്ജീകരിച്ചതല്ല, തയ്യാറാക്കിയ ലോകത്തെ ഇംഗ്ലീഷുകാർ പ്രമുഖന്മാർ തയ്യാറാക്കിയ ഡിക്ഷണറിയാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയാണ് നമ്മൾ അൽബൻഹൽ പോലെ ചെറിയ ഡിക്ഷണറി അല്ല. അതിൽ ഒരു പദം വന്നാൽ ബോയ് എന്നൊരു വാക്ക് വന്നാൽ ആ പദം എവിടെ നിന്ന് ഉത്ഭവിച്ചു, ഏത് കാലത്ത് എന്തൊക്കെ അർത്ഥത്തിൽ ഉപയോഗിച്ചു, പിൽക്കാലത്ത് എന്തൊക്കെ അർത്ഥം, ഇപ്പോൾ ഏത് അർത്ഥത്തിലാണ് വിശദമായി ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഡിക്ഷണറിയാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി. ഈ ഓക്സ്ഫോർഡ് ഡിക്ഷണറി വിലയിരുത്തി പരിശോധിച്ച് ഒരു ചെറുപ്പക്കാരനായ യുവ പണ്ഡിതൻ അബ്ദുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അത് പരിശോധിച്ചിട്ട് അത് തെറ്റ് കണ്ടെത്തുന്നു. ആ തെറ്റ് കണ്ടെത്തിയിട്ട് അതിന്റെ ശരിയുത്തരം ഇങ്ങനെയുള്ള ഒരു അർത്ഥം കൊടുത്ത് ശരിയായിട്ടില്ല പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അബ്ദുൽ എന്ന ചെറുപ്പക്കാരൻ ആ വിവരം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ അധികാരികൾ കത്തെഴുതി അറിയിക്കുന്നു. അവർ പരിശോധിക്കുന്നു, പ്രഥമനിഷ്ഠ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുന്നു. അവർ ഔദ്യോഗികമായി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. അധികാരികളെ മീറ്റിംഗ് ചേർത്ത് ഈ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ഈ കിട്ടിയ കത്തിലെ ഉള്ളടക്കം ശരിയാണെന്ന് ബോധ്യപ്പെട്ടവർ ശരിവെക്കുന്നു. അവരുടെ തീരുമാനമെടുക്കുന്നു അടുത്ത ദിശയിൽ തിരുത്താൻ. ഈ ചെറുപ്പക്കാരൻ അബ്ദുൽ അവർ കത്തയക്കുന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ ശരിയാണ്, നിങ്ങൾക്ക് ആത്മാർത്ഥമായി നീ രേഖപ്പെടുത്തുന്നു, അടുത്ത എഡിഷനിൽ ഞങ്ങൾ ഈ തിരുത്തിക്കൊണ്ട് ഓക്സ്ഫോർഡ് പുനഃപ്രസിദ്ധീകരിക്കും എന്ന് വാക്ക് കൊടുത്തുകൊണ്ട് കത്തെഴുതിയ ഈ തെറ്റ് ചൂണ്ടിക്കാണ ചെറുപ്പക്കാരൻ അബ്ദുൽ നൂറാണ് ഇംഗ്ലീഷ് ജനിച്ചു വളർന്നവന്, ബ്രിട്ടനിൽ ജനിച്ചു വളർന്നവന്, ഏതെങ്കിലും ഇംഗ്ലീഷ് രാജ്യത്ത് ജനിച്ചു വളർന്നവന്.
അല്ലേ അല്ല, ആ ചെറുപ്പക്കാരനാണെന്ന് പറയാം അബ്ദുന്നൂർ. ഇന്ത്യയിലെ കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്ത് സ്ഥാപനമായ ചമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹുദവീബിരുദം നേടിയ ഈ മലപ്പുറത്തിലെ പൂക്കളത്തൂർക്കാരനായ ചെറുപ്പക്കാരൻ കുട്ടിയാണ് ലോകത്ത് തിരുത്തിയത്. ആ നിലയ്ക്ക് കഴിവുള്ള കെൽപ്പുറ്റ പുതിയ തലമുറയെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ. ഓരോ മേഖലയും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഓരോ മേഖലകൾ ഏതെവിടെയാണോ നമുക്ക് ആവശ്യം അവിടെയൊക്കെ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ ഇടപെട്ടിട്ടുണ്ട്. എവിടെയാണോ തിരുത്താവശ്യം അവിടെയൊക്കെ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ ഇടപെട്ടിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എവിടെയും ഏത് നിലയിലും പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ വിശുദ്ധ ഇസ്ലാമിക ശരീഅത്ത്, വിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അതിന്റെ ആദർശത്തിൽ കത്തിവെക്കാൻ ഒരാളെയും സമസ്ത അനുവദിച്ചിട്ടുമില്ല. സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ 1970 ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ നവോത്ഥാന വിപ്ലവമായി മുന്നോട്ട് പോയിരുന്ന സംഘടന മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇസ്ലാമിൽ ചെറിയ പരിക്കേൽക്കുന്ന ചില വിശദീകരണവുമായി രംഗത്ത് വന്നപ്പോൾ MESുമായുള്ള സകല ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ മുഷാവറ തീരുമാനമെടുക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ മുഷാവറ തീരുമാനമെടുത്തു. കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിച്ചു. മുസ്ലിം സമൂഹം ഒപ്പം അംഗീകരിച്ചു എന്ന് മാത്രമല്ല, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആധികാരിക മുസ്ലിം രാഷ്ട്രീയ സംഘടന പോലും സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ MES ശരീഅത്തിനെതിരെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അനുകൂലമായ തീരുമാനമെടുത്തുകൊണ്ട് MESുമായി ബന്ധം വിച്ഛേദിക്കാൻ ഈ MES ബന്ധം സമസ്തയോടൊപ്പം മുസ്ലിം ലീഗ് പോലും രംഗത്ത് വന്നു. അതാണ് ചരിത്രം. 1984 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഗുരുതരമായ സാഹചര്യങ്ങൾ നേരിട്ടു. ഇന്ത്യയിൽ സുപ്രീം കോടതി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ നിയമത്തിൽ ഭേദഗതി ചെയ്തുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. എന്താണ് ഭേദഗതി? ചെറിയ കേസാ. ഇന്ന് പലരും ഇത്തരം കാര്യങ്ങൾ നിസ്സാരമായി കാണുന്നുണ്ട്. 84 സുപ്രീം കോടതി വിധിച്ച വിധി എന്താണോ, വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീ അവർക്ക് പുതിയ കല്യാണം വരുന്നില്ലെങ്കിൽ മരിക്കുന്നവരെ ചെലവിന് കൊടുക്കാൻ മുൻ ഭർത്താവ്, അല്ലെങ്കിൽ പുതിയ കല്യാണം വരുന്നവരെ ചെലവ് കൊടുത്തോട്ടെ. ഇന്ന് കേട്ടാൽ നിരുപദ്രവകരമായി തോന്നും. പക്ഷേ അത് ശരീഅത്തിന്റെ നിയമത്തിൽ ഭേദഗതി ശരീഅത്ത് സമ്മതിക്കുന്നില്ല. ശരീഅത്ത് വിവാഹമോചനത്തിൽ എല്ലാ കാരണവും മക്കളെ ചെലവിന് കൊടുക്കുന്നു, പിന്നെ അയാൾക്ക് കണക്ഷൻ പാടില്ല, കഴിഞ്ഞു, ഖലാസ്. പക്ഷേ അങ്ങനെ വിധി വന്നപ്പോൾ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം അക്കാര്യത്തിൽ ഉയർന്നു പ്രവർത്തിച്ചു. അന്നത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ MP മാരുണ്ടായിരുന്നു. മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്, ബഹുമാന്യനായ ഗുലാം മഹമ്മൂദ് ബനാത്വാല സാഹിബ്. ഈ 2 MP മുസ്ലിം ലീഗിലുണ്ടായിരുന്നു. ഈ 2 MP പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചു ഭേദഗതി ചെയ്യാൻ. എന്റെ സുപ്രീം കോടതിയുടെ വിധി ചോദ്യം ചെയ്യാൻ വേറെ മറ്റൊരു കോടതിക്ക് സാധിക്കില്ല. പാർലമെന്റൽ നിയമനിർമ്മാണത്തോടെ വേണം ഭേദഗതി ചെയ്യാൻ. ഈ ഒരു ഘട്ടത്തിൽ ഈ 2 MP സാധിക്കില്ല എന്ന് അവർക്ക് 540 MP-മാരിൽ 2 MP വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പിൻബലം വേണം. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അസംഘടിതരാണ്. കേരളീയ മുസ്ലിം സമൂഹം സംഘടിത ശക്തിയാണ്. സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ ശക്തമാണ്. അന്ന് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് അഭിവന്ദനായ സമസ്ത ജനറൽ സെക്രട്ടറി മഹാനായ ശംസുൽ ഉസ്താദിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഈ ശരീഅത്തിന്റെ പ്രശ്നം ഭീഷണിയിലാണ്. ഞങ്ങൾ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ പിന്തുണക്കണം, സപ്പോർട്ട് ചെയ്യണം. സമസ്ത കേരള ജംഇയ്യത്ത് പിൻബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പുറത്ത് ആളുകൾ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ പിൻബലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ സമ്മേളനം നടത്തുന്നുണ്ട്. അന്ന് മുൻനിരയിൽ കേരളത്തിൽ സമസ്ത നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ സമസ്ത കേരള ജംഇയ്യത്ത് പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി എല്ലാ വിഭാഗത്തെയും ഒരുമിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടത്തിയ പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്നുകൊണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ശംസുൽ ഉസ്താദാണ്. ശരീഅത്തിന്റെ വിഷയത്തിൽ ഒരു പോലേൽക്കാൻ, ഒരു പരിക്കേൽക്കാനും ഒരു ഘട്ടത്തിലും സമസ്ത തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗും അക്കാര്യത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരുന്നു. ഇതുപോലെ പരസ്പര പൂരകങ്ങളായി ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോയ പാരമ്പര്യമാണ് സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ. ആരോടും സമസ്ത ഏറ്റുമുട്ടാൻ പോയിട്ടില്ല. അതേസമയം ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും ശരി, ഏത് മുന്നണിയായിരുന്നാലും ശരി, ശരീഅത്തിനെതിരെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ വ്യക്തികളായിരുന്നാലും ശരി, എത്ര ഉന്നത കുടുംബത്തിലെ വ്യക്തികളായിരുന്നാലും ശരി, ശരീഅത്തിനെതിരെ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിനെതിരെ പരസ്യമായി വന്നിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ ശക്തമായി ചെറുത്തുനിന്ന് സുന്നത്ത് ജമാഅത്തെ സംരക്ഷിച്ച പാരമ്പര്യവും സമസ്ത കേരള ജംഇയ്യത്ത് ഉലമയ്ക്കുണ്ട്. ആ വ്യവസ്ഥാപിതമായ നിഷ്പക്ഷമായ സമീപനം കൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോയത്. 9 പതിറ്റാണ്ട് കാലം ചെറിയ കാരണമല്ല. സമസ്തയുടെ ഗ്രാഫ് മുന്നോട്ടാണ്. സമസ്തയ്ക്ക് ഒരു സാമ്പത്തികമായി ദൈവത്തിനെ കൈവാങ്ങി ഒരു പിൻബലമാണെന്നുള്ള ആഹ്വാനം ചെയ്ത സമസ്ത കഴിഞ്ഞ വർഷം മഹല്ലുകൾ കലക്ഷൻ എടുത്തു. ഒരൊറ്റ ദിവസത്തെ കലക്ഷൻ ഒരുപക്ഷെ ലോക റെക്കോർഡായിരിക്കും. ആ ഒരൊറ്റ ദിവസത്തെ കലക്ഷനിൽ 5.5 കോടി രൂപയാണ് സമസ്തയുടെ അക്കൗണ്ടിലേക്ക് ആളുകൾ അയച്ചു കൊടുത്തത്. അതാണ് സമസ്ത.
സമസ്ത ജനമനസ്സുകളിലാണ്. ആ സമസ്തയെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു കക്ഷിക്കും ഇന്നിപ്പോ പല രാഷ്ട്രീയ പാർട്ടികൾക്കും സമസ്തർച്ചുകൾ വേണ്ട പോലെ അറിയില്ലായിരുന്നു. സുപ്രഭാതം ദിനപത്രം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള പല രാഷ്ട്രീയ പാർട്ടികളും സമസ്തയെ തിരിച്ചറിഞ്ഞുവെന്ന് മാത്രമല്ല, ചില മന്ത്രിമാരെ സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ സ്പെഷ്യലിൽ ചെന്നപ്പോൾ ആ ചില മന്ത്രിമാർ പറയുകയാണ്, അത് സമസ്തയുടെ സമ്മേളനം ഈ കേൾപ്പകളെ എനിക്കറിയാം, ഞാൻ എന്റെ പരിപാടി വെട്ടിമാറ്റും, തീർച്ചയായും ഞാൻ സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയെ നേരത്തെ അറിയാത്ത മന്ത്രിമാരോടും സമസ്തയെ തിരിച്ചറിഞ്ഞ കാലഘട്ടം. നമുക്ക് മുന്നോട്ട് പോകാം. ആദർശ വീതിയിൽ നമ്മുടെ ആദരണീയരായ അനുഗ്രഹീതരായ നേതാക്കളോടൊപ്പം വിട്ടുവീഴ്ചയില്ലാതെ പക്ഷപാതിത്വമില്ലാതെ സത്യസന്ധമായി ഈ ദീനിന്റെ നേർമാർഗത്തിൽ നമ്മൾ തടഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഈ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് നായകത്വം നൽകുന്ന മഹാന്മാരായ നായകന്മാരാണ്, നേതാക്കളാണ്. ആ നേതാക്കൾ പ്രമുഖനാണ് മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവകൾ. അദ്ദേഹം വളരെ പ്രയാസകരമായ രോഗത്തിൽ അകപ്പെട്ടു. അള്ളാഹുവിന്റെ ഫضൽ കൊണ്ട് മഹാന്മാരുടെ പ്രാർത്ഥന കൊണ്ട് നമ്മളൊക്കെ നിരന്തരമായി മനസ്സുവികമായ രോഗത്തിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വഫൽ കൊണ്ട്, ദയാവായ്പ കൊണ്ട്, വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് മഹാനവർക്ക് എത്രയും വേഗം പൂർണ്ണമായി ലോകശമനം നൽകി നമുക്ക് അജയ്യമായ നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അഭിമന്യങ്ങളുടെ അധ്യക്ഷൻ നിഷ്കളങ്കത നിറകുടം ആനക്കര ശ്രീ കോയക്കുട്ടി മുസ്ലിയാർ രോഗത്തിലാണ്, അവശതയിലാണ്. അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ രോഗികൾക്കും അല്ലാഹു പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക്, നമ്മുടെ മുൻഗാമികൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി.